വയനാടിനെ കുറിച്ച് ഒരു മറ്റേ ഒരു പെൺകുട്ടി മുലപ്പാൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടതിന് ശേഷം ഒരുപാട് അതിന് വിമർശനങ്ങളുമായിട്ട് കുറെ പേരുണ്ടായിന്. അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താന്ന്? കുറെ നാറികൾ വന്നിട്ട് അതിന്റെ അടിയിലായിട്ട് കുറെ കമന്റ്, പാല് കുറെ പാലുണ്ടോ, 5 ലിറ്റർ പാലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായി. അത് കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസും ഇങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാം ആളും ഒരുമിച്ച് കൊണ്ട് അതിനെതിരെ പ്രതിരോധിച്ചു. അവനൊക്കെ ഇത് കിട്ടാനായിട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊരു കോൺഗ്രസ്സുകാരനും കൂടിയാണ്. ആ സ്ത്രീയെ കുറിച്ച് എന്താ അഭിപ്രായം? സ്ത്രീയും മുസ്ലിംസാണ് പറഞ്ഞത്. അതിന് കൂടെ ഓരോ ക്രിസ്ത്യൻസ് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. ഇവനെ പോലത്തെ ആളെ എന്താ ചെയ്യണ്ടേ? ഇതിപ്പോ തല്ല് കൊടുത്തത് പോരാന്നല്ല അഭിപ്രായം. അതെന്നെ എല്ലാരും പറയും. ഇപ്പൊ കണ്ടപ്പോ അത് പോരാന്നല്ല അഭിപ്രായം. പിന്നെ മറ്റേ ഈ ചങ്ങായി വല്ലാണ്ട് മറ്റേ പ്രവർത്തകരാ മോഹൻദാസ് വല്ലാണ്ട് ഇളക്കിയിട്ടുണ്ടല്ലോ. രക്ഷാപ്രവർത്തകരാ. അതിപ്പോ രക്ഷാപ്രവർത്തനം അയാളെ ബന്ധപ്പെട്ടാരും പ്രവർത്തനം നടത്തുന്നൊന്നുമില്ല. ഡിവൈഎഫ്ഐന്റെയും എസ്ഐഎസിന്റെയും എസ്കെന്റെയും പിന്നെ STPക്കാരും എല്ലാം സംഘടനകളും കൂടിയിട്ടാണ് അവിടെ നടത്തുന്നത്. അപ്പൊ അത് അയാളെ RSS കാരനാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ വാക്കുനിന്ന് അങ്ങനെ വരും. അതിലിപ്പോ വലിയ വ്യത്യാസമൊന്നുമില്ല, അതത്ര അങ്ങനെ വരും എന്നാലും. അപ്പൊ മുൻപിൽ കഴിഞ്ഞ സംഭവം നോക്കുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. വർഗീയപരമായിട്ട് തന്നെ അയാൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അയാൾ അങ്ങനെ ഇതേപോലെ വർഗീയപരമായിട്ട് പറഞ്ഞത്. അത് അയാള് ഈ വയനാടുള്ള അവിടെ ദുരന്തം നടക്കുന്നവർക്ക് വേണ്ടി ഒരു സെക്കൻഡ് പോലും അയാൾക്ക് ഒരു നിൽക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് പോലും അയാൾക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത ആ ഒരു മനുഷ്യനാണ് ഇങ്ങനെ സംസാരിച്ചത്. അതിപ്പോ RSSകാർക്ക് മനുഷ്യത്വം ഉണ്ടാവില്ല. പക്ഷേ BJPക്കാർക്ക് മനുഷ്യത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. BJP RSSും BJPയും രണ്ടും വ്യത്യാസമുണ്ട്. BJPയിൽ ഇപ്പൊ നമ്മൾ കാണുന്നില്ല കൃഷ്ണദാസിനെ പോലത്തെ നേതാവില്ലേ? ഇപ്പൊ കണ്ണൂരിലെ നമ്മളൊരു നേതാവില്ലേ, BJPയിലെ നേതാവില്ലേ കൃഷ്ണദാസ്? ഇപ്പൊ ഇല്ല, ആളിപ്പോ സംസ്ഥാന നേതൃത്വത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. മുമ്പുണ്ടായി സ്ഥാനാർത്ഥിയിൽ നിന്ന വ്യക്തിയാണ്. അതേപോലത്തെ ആൾക്കാർ ഒരുപാട് BJPയിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ മനുഷ്യത്തിന്റെ ആൾക്കാരുണ്ട്. ഇവനെ ഒരു മനുഷ്യന്റെ ഗുണത്തിൽ പെടുത്താൻ പറ്റുമോ ഈ മോഹൻദാസിനെ? മനുഷ്യന്റെ രൂപത്തിൽ പെടുത്താനും പാടില്ല, മൃഗത്തിന്റെ രൂപത്തിൽ പെടുത്താനും പാടില്ല. എന്താ ഇങ്ങനെയല്ല ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യലേ? മലയാളികളെല്ലാം ഒരു ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവനെ പോലുള്ളവർ ഈ കണ്ണാടിക്കോട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെല്ലാം പറയാന്ന് വെച്ചാല് അത് ഇന്റർവ്യൂ ചെയ്യാൻ ഒരാളും എന്താണ് ചാനൽ ഏതാണ് ABC എന്ന് പറഞ്ഞൊരു ചാനലാണ്. ഈ സമയത്ത് ഇപ്പോ അവർക്കെതിരെ ശക്തമായ നടപടി എടുത്താലും അത് അവരെ ആക്രമിച്ചു കഴിഞ്ഞാലും ഒരു കേസും വരുന്നില്ല, ഒരു നിയമ നടപടി നമുക്കെതിരെ ഉണ്ടാവുകയും ചെയ്യാം. അതിപ്പം കേരളത്തിൽ എല്ലാവർക്കും ബാധിച്ച ഒരു ഉരുൾപൊട്ടലാണ്. അത് എല്ലാ വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഇയാൾക്ക് രണ്ടും മോഹൻദാസിനെ പോലത്തെ ആൾക്കാർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ അയാൾക്കും രണ്ട് കൊടുത്താലും കുഴപ്പമില്ല. നിയമ നടപടി സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ കേരള സർക്കാർ BJP ആയിട്ട് വ്യത്യാസമൊന്നുമില്ല. BJPന്റെ ഭരണം കേരളത്തിൽ ഇല്ലെങ്കിലും BJPന്റെ അജണ്ട പ്രകാരമാണ് ഇവിടെ ആഭ്യന്തരം പോകുന്നത്. അതുകൊണ്ട് പിന്നെ BJPന്റെ ആൾക്കാർക്കെതിരെ RSSന്റെ ആൾക്കാർക്കെതിരെ കേസെടുക്കൂല. കാരണം നമ്മളിപ്പോ ഇപ്പൊ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും 2ാം സ്ഥാനത്തെല്ലാം BJP വന്നത്. അത് കാരണം എന്ന് പറഞ്ഞാൽ CPMന്റെ ഭരണ തകർച്ചയെന്ന്, ആഭ്യന്തരത്തിന്റെ തകർച്ചയെന്ന് BJPക്ക് എതിരെയുള്ള ഒരു RSSനും BJPയിൽ നല്ല ആൾക്കാരുണ്ട്. BJPയില് ചില കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. BJPയിൽ മൊത്തത്തിൽ നല്ല ആൾക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ആ BJPക്കെതിരെയുള്ള നടപടികൾ എടുക്കാത്തത് കൊണ്ടാണ് CPMന്റെയും ഭരണം ഇന്ന് ബാക്കോട്ട് പോകാനുള്ള കാരണം. കോൺഗ്രസ് 19 സീറ്റും BJPക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള ഇപ്പൊ നമുക്ക് വയനാടിലേക്ക് ഇപ്പൊ നമുക്ക് അത്യാവശ്യം എന്താ സാധനം വേണ്ടത്? ഇപ്പം വേണ്ട സാധനങ്ങൾ എന്തെല്ലാം?
അവർക്ക് ഇപ്പൊ നമ്മൾ വേണ്ടതെന്ന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ ഇരിക്കും? അതിൽ ഇപ്പൊ 100% അവിടെ എത്തി. പക്ഷെ അത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് ആശ്വാസപരമുള്ള വാക്കുകളും അവർ സാന്ത്വനിപ്പിക്കുന്നതും അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഇനിയുള്ള ദുരന്തം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കണം. അതിപ്പോ നമ്മള് അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവർക്ക് ഉള്ള ആവശ്യ സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞില്ല. ആവശ്യത്തിൽ കൂടുതൽ എത്തി അതിൽ മുതലെടുക്കുന്നുണ്ടെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ. ഈ സാധനങ്ങള് അട്ടിമറിഞ്ഞു പോകുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. അത് ചില ആൾക്കാർ ചിലതുണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. ചിലത് കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇവനിപ്പോ പുനർവാസമാണ് വേണ്ടത്. പുനരധിവാസം കിട്ടിയിട്ടും എത്ര കോടികൾ കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അവരിപ്പോ വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടത് ഒരു മക്കളാണ്. മക്കൾക്ക് ഉപ്പയില്ല, ഉപ്പാക്ക് മക്കളില്ല. അതെ അതെ. കുട്ടികൾക്ക് ഇപ്പൊ അമ്മയില്ലാത്ത കുറെ കുട്ടികളുണ്ട്. അതൊക്കെ ഇവരിപ്പോ എന്താ ചെയ്യുക? അനാഥാലയത്തിൽ കൊടുക്കുക. അത് ഏറ്റെടുക്കാൻ ഇഷ്ടംപോലെ അമ്മമാരുണ്ട്. അത് കൊടുക്കോ ഇവര്? സർക്കാർ കൊടുക്കോ? കൊടുക്കൂല. അവർ കൊടുക്കൂല. അവർ അനാഥാലയത്തിലാക്കി ചെയ്യാം. നോക്കിയോ, ചൈൽഡ് ലൈനിന്റെ വാർത്തമാർ അത് കൊണ്ടുപോയി അനാഥാലയത്തിൽ വളർത്തുന്നതാണ്. എടാ അമ്മമാരുണ്ട് ഇഷ്ടംപോലെ. കുട്ടികളില്ലാണ്ട് നല്ല രീതിയിൽ നോക്കാൻ വേണ്ടി ഇഷ്ടംപോലെ അമ്മമാര് തയ്യാറാണ്. പക്ഷെ അവർ കൊടുക്കൂല. നീ നോക്കിക്കോ, അവർ കൊടുക്കൂല. അത് ഒരുപാട് നിയമവ്യവസ്ഥ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് സേഫ്റ്റി അവർക്ക് അമ്മയല്ലേ വേണ്ടത്. നല്ലൊരു അമ്മനെ കിട്ടിയില്ലെന്ന് അവർക്ക്. സർക്കാർ അതല്ലേ ചെയ്ത് കൊടുക്കേണ്ടത്. മക്കളില്ലാത്ത അമ്മമാരുണ്ട് ഇഷ്ടം പോലെ. അത് ഒരു സ്നേഹത്തോടെ അവർ വളർത്തൂല സ്വന്തം മക്കളെ പോലെ. ഇത് അനാഥാലയത്തിലെല്ലാം കൊണ്ടാക്കി പിന്നിട്ട് അതിനൊരു രേഖയെല്ലാം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്വത്തും മറ്റേ സ്ഥലങ്ങളിലുണ്ടെങ്കിൽ കുട്ടികളെ കൊടുക്കാന്ന് പറയും. അതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? കുട്ടികളെ ദത്തെടുക്കാൻ കഴിയോ? കുട്ടികളെ ദത്തെടുക്കാൻ വരുന്ന ആൾക്കാർ നല്ലതാണെന്നും പറയാൻ പറ്റില്ല. മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് നോക്കണം. അത് നോക്കിയാൽ മതി. അല്ലാണ്ട് ഈ സ്വത്തും പണവും മറ്റേ അവർക്ക് രേഖകളെല്ലാം കൊടുക്കാം. പക്ഷേ സ്വത്തും പണവും ഇല്ലാത്ത അവർക്ക് വേണ്ടത് ഒരു മക്കളെയാണ്. അല്ലാണ്ട് നീ പറഞ്ഞ പോലെ മറ്റുള്ള പരിപാടിക്ക് കുട്ടികളെ ആക്രമിക്കാനോ ഇതാക്കണം അങ്ങനത്തെ അത് നോക്കണം. അത് ശ്രദ്ധിക്കണം. അതല്ലാണ്ടല്ല അതല്ലാത്തതാ ഞാൻ പറയുന്നു. 1000 പോറ്റുമ്പോ വന്നാലും സ്വന്തം പറ്റുമ്പോ ആകൂലാല. അതാണല്ല ഇത്. 1000 പോറ്റുമ്പോ വന്നാലും സ്വന്തം പറ്റുമ്പോ ആകൂല. ചൈൽഡ് ലൈനില് അവിടത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു 90% അവർ നല്ല രീതിയിൽ സ്വന്തം അമ്മ നോക്കുന്ന നോക്കാൻ സാധ്യതയുണ്ട്. ഒരു ദത്തെടുത്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകന്മാർക്ക് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവർ മക്കൾക്ക് വേണ്ടി, മക്കളില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അല്ലാതെ മക്കളുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ നീ പറഞ്ഞ പോലെ വേർതിരിവുണ്ടാവും. ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടുമ്പോൾ അത് സ്വന്തം മക്കളെ പോലെ തന്നെ വളർത്തും. അല്ലാണ്ട് മക്കൾ ഉണ്ടായിട്ട് ആ മക്കളെ കൂടെ വളർത്തുമ്പോൾ അത് വേർതിരിവ് ഉണ്ടാകാൻ സാധ്യത. എനിക്കെങ്ങനെയാ വന്നു? മക്കളില്ലാത്ത ഓർഡർക്ക് കൊടുക്കുന്നതിനും അതായത് എതിരൊന്നല്ല. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാലുള്ള പിന്നീടുള്ള ഭവിഷ്യത്തുകളും നോക്കണം. അതാണ്. പിന്നെ അത് കൊടുക്കുന്നുണ്ടെങ്കിൽ വേറൊരു നിബന്ധന വെക്കണം. ആ കുട്ടിയുടെ പേരിൽ സ്വത്ത് എഴുതി വെക്കണം. അവരുടെ സ്വത്ത് അച്ഛന്റെ അമ്മന്റെ കാലശേഷം മക്കൾക്കെന്ന് പറഞ്ഞ നിലക്കാട് എഴുതി വെക്കണം. അല്ലെങ്കിൽ അതിന്റെ കാലശേഷം എന്ന് പറയാൻ പാടില്ല. കുട്ടികൾക്ക് വലിയ സ്വത്ത് അവർക്ക് എഴുതി വെക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിലാണ് അത് ദത്തെടുക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് ഒരു വിവേചനം ഇല്ലാണ്ട് ഒരു ഇതില്ലാണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ആ കുട്ടിക്ക് പിന്നെ വയ്യോട്ട് പീഡനമായിരിക്കും. അഥവാ എന്തെങ്കിലും അസുഖം ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അതിനെ സ്വന്തം പ്രസവിച്ച മക്കളല്ല എന്നുള്ള നിലക്ക് അവരെന്തൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. എന്തെങ്കിലും മാരകമായ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം.